ഇന്ത്യയുടെ സംസ്കാരവും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും പടുത്തുയർത്തുന്നതിൽ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ആശാരിമാരും കൊല്ലന്മാരും കൽപ്പണിക്കാരും തട്ടാന്മാരും മൺപാത്ര നിർമ്മാതാക്കളുമെല്ലാം നൂറ്റാണ്ടുകളായി നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആധുനികവൽക്കരണത്തിന്റെയും യന്ത്രവൽക്കരണത്തിന്റെയും വേഗതയിൽ പലപ്പോഴും ഈ പരമ്പരാഗത തൊഴിൽ മേഖലകൾ പാർശ്വവൽക്കരിക്കപ്പെടാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ പരമ്പരാഗത കഴിവുകളെ ആധുനിക വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ PM വിശ്വകർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കേവലം ഒരു വായ്പാ പദ്ധതി എന്നതിനേക്കാൾ പരമ്പരാഗത തൊഴിലാളികളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിടുന്ന ഒരു വലിയ പദ്ധതിയാണിത്. എന്താണ് PM വിശ്വകർമ്മ പദ്ധതി? പരമ്പരാഗതമായി കൈവേലകൾ ചെയ്യുന്ന കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും സാമ്പത്തികമായും സാങ്കേതികമായും ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കാണ് പുതിയ ജീവശ്വാസം ലഭിക്കുന്നത്. ഈ പദ്ധതിയുടെ കീഴിൽ വരുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ മികച്ച നൈപുണ്യ പരിശീലനം, അത്യാധുനിക ടൂൾ കിറ്റുകൾ വാങ്ങാനുള്ള സാമ്പത്തിക സഹായം, ബിസിനസ് വളർത്താനുള്ള കുറഞ്ഞ പലിശയിലുള്ള വായ്പകൾ, ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനുള്ള പ്രോത്സാഹനം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ആഗോള വിപണന പിന്തുണ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു സുരക്ഷാ വലയമാണ് സർക്കാർ ഒരുക്കുന്നത്. വിവിധ മേഖലകളിൽ പരമ്പരാഗതമായി കൈവേലകൾ ചെയ്ത് ജീവിക്കുന്ന 18ഓളം വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്കാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുക. മരപ്പണി ചെയ്യുന്ന കാർപ്പൻ്റർമാർ, വഞ്ചി നിർമ്മിക്കുന്നവർ, ഇരുമ്പ് പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൊല്ലന്മാർ, ആയുധങ്ങൾ ഉണ്ടാക്കുന്നവർ, പൂട്ടുകളും താക്കോലുകളും നിർമ്മിക്കുന്നവർ, സ്വർണ്ണപ്പണിക്കാരായ തട്ടാന്മാർ എന്നിവർക്ക് ഇതിലൂടെ അപേക്ഷിക്കാം. കൂടാതെ മൺപാത്ര നിർമ്മാതാക്കൾ, ശില്പികൾ, കല്ലുകൊത്തുന്നവർ, ചെരുപ്പുകുത്തികൾ ഉൾപ്പെടെയുള്ള പാദരക്ഷാ നിർമ്മാതാക്കൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ മേസന്മാർ എന്നിവരും ഇതിന്റെ പരിധിയിൽ വരും. കുട്ടയും വട്ടിയും നെയ്യുന്നവർ, പായയും ചൂലും ഉണ്ടാക്കുന്നവർ, കയർ തൊഴിലാളികൾ, പരമ്പരാഗതമായി കളിപ്പാട്ടങ്ങളും പാവകളും ഉണ്ടാക്കുന്നവർ, ബാർബർമാർ, മാല കോർക്കുന്ന മാലാകാരന്മാർ, അലക്ക് തൊഴിലാളികൾ, തയ്യൽക്കാർ, മീൻവേല ചെയ്യുന്നവർ എന്നിവർക്കും ഈ പദ്ധതിയിലൂടെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നേടാൻ സാധിക്കും. എന്നാൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നൊരു നിബന്ധന കൂടി ഇതിലുണ്ട്. PM വിശ്വകർമ്മ പദ്ധതിയുടെ ഏറ്റവും ആകർഷകമായ ഘടകം എന്നത് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭ്യമാകുന്ന ബിസിനസ് വായ്പകളാണ്. ഈ പദ്ധതി പ്രകാരം ഒരു ഗുണഭോക്താവിന് ആകെ 3 ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കും. ഇത് 2 ഘട്ടങ്ങളായാണ് വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നതിനോ വികസിപ്പിക്കുന്നതിനോ വേണ്ടി 1 ലക്ഷം രൂപ വായ്പയായി ലഭിക്കും. ഈ തുക കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് രണ്ടാം ഘട്ടമായി 2 ലക്ഷം രൂപ കൂടി വായ്പയായി അനുവദിക്കും. ബാങ്കുകൾ സാധാരണയായി ഈടാക്കുന്ന ഉയർന്ന പലിശ നിരക്കുകളിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള പലിശ സബ്സിഡി നൽകുന്നതിനാൽ ഗുണഭോക്താവ് വെറും 5% പലിശ മാത്രം നൽകിയാൽ മതിയാകും. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ജാമ്യ വ്യവസ്ഥകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ യാതൊരുവിധ ഈടുമില്ലാതെ ഈ വായ്പ ലഭ്യമാക്കുന്നു എന്നത് ഇതിന്റെ വലിയൊരു സവിശേഷതയാണ്. ധനസഹായത്തിന് പുറമെ തൊഴിലാളികളുടെ തൊഴിൽ നിലവാരം ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി നിരവധി ആനുകൂല്യങ്ങൾ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഗുണഭോക്താക്കൾക്ക് അവരുടെ തൊഴിലിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനായി അടിസ്ഥാനപരവും അത്യാധുനികപരവുമായ സൗജന്യ നൈപുണ്യ പരിശീലനം നൽകും. ഈ പരിശീലന കാലയളവിൽ തൊഴിലാളികൾക്ക് പ്രതിദിനം 500 രൂപ വീതം സ്റ്റൈപ്പൻഡും ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തങ്ങളുടെ തൊഴിലിനാവശ്യമായ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 15,000 രൂപയുടെ ടൂൾ കിറ്റ് സഹായം ഈ വൗച്ചർ രൂപത്തിൽ നൽകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേക പ്രോത്സാഹന തുകയും ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനുള്ള മികച്ച മാർക്കറ്റിംഗ് പിന്തുണയും സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. കൂടാതെ ഇവർക്ക് ഔദ്യോഗികമായി PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ കാർഡും ലഭിക്കും. PM വിശ്വകർമ്മ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി യോഗ്യരായ വ്യക്തികൾക്ക് തങ്ങളുടെ അടുത്തുള്ള പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റായ pmvishwakarma.gov.in വഴിയോ നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം വളരെ സുതാര്യമായ 3 തലങ്ങളിലൂടെയുള്ള പരിശോധന ഉണ്ടായിരിക്കും. ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ തലത്തിലുള്ള പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജില്ലാതല സമിതിയും തുടർന്ന് സംസ്ഥാന കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയും അപേക്ഷകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും. അർഹരായ ആളുകളിലേക്ക് മാത്രം ആനുകൂല്യങ്ങൾ എത്തുന്നു എന്നുറപ്പാക്കാനാണ് ഈ കർശനമായ പരിശോധനാ രീതി നടപ്പിലാക്കിയിരിക്കുന്നത്. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുള്ളവർക്ക് ഔദ്യോഗിക ഇമെയിൽ വിലാസമായ pmvishwakarma@dcmsme.gov.in വഴി ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ പരമ്പരാഗത കലകളും തൊഴിലുകളും സംരക്ഷിക്കുന്നതിനോടൊപ്പം സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താനും അവരെ പുരോഗതിയിലേക്ക് നയിക്കാനും PM വിശ്വകർമ്മ പദ്ധതി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആധുനിക വിപണിയുടെ വലിയ മത്സരങ്ങളിൽ തളർന്നു പോകാതെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കരകൗശല തൊഴിലാളിക്കും ഇതൊരു സുവർണ അവസരമാണ്. യോഗ്യരായ പരമ്പരാഗത തൊഴിലാളികൾ ഈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും സമയബന്ധിതമായി അപേക്ഷ സമർപ്പിച്ച് തങ്ങളുടെ തൊഴിൽ മേഖലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടതാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.